രാജ്യതലസ്ഥാനത്ത് കോക്രോച്ച് പാർട്ടിയുടെ സമരം ശക്തമാകുന്നതിനിടയിൽ പാർലമെന്റും ഇന്ന് പ്രക്ഷുബ്ധമാകുന്നതിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ.സി. വേണുഗോപാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. NDA എംപിമാരെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും എന്നൊരു വിവരം കൂടിയുണ്ട്. ബസന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, ഏത് നിലയിലായിരിക്കും രാജ്യതലസ്ഥാനത്തെ വലിയ പ്രതിഷേധം? അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം, പരീക്ഷാ ക്രമക്കേടെന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് സഭയിൽ പ്രതിഫലിക്കുക? ഇരു സഭകളും ഇന്ന് ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് അറിയുന്നത്. കോൺഗ്രസ് ഈ വിഷയം രണ്ട് സഭയിലും ഇന്ന് ഉന്നയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കെ.സി. വേണുഗോപാൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം. സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇന്നലെ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ലാത്തിചാർജും ഒക്കെ തന്നെ കോൺഗ്രസ് ഉന്നയിക്കാനാണ് സാധ്യത. അതേസമയം NDAയും പ്രതിരോധം ശമിക്കുന്നതിന് വേണ്ടി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. NDA യോഗം അല്പസമയത്തിനകം പാർലമെന്റ് അനക്സിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മംഗൾ മിലൻ എന്നാണ് ഇതിനെ പേരിട്ടിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് വിജയം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിജയകരമായ വിദേശയാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഈ വേദിയിലുണ്ടാവും. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിലും ഇരു സഭകളിലും ഡൽഹിയിലെ ഇപ്പോഴത്തെ സാഹചര്യം രണ്ട് സഭകളെയും പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയാണ്. കെ.സി. വേണുഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിഷയം പാർലമെന്റിൽ കൂടി കൂടുതൽ ശക്തമാകുന്നതോടുകൂടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഇന്നലെ നിലപാടിൽ അല്പം അയവ് വരുത്തി ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറായിരുന്നു. CJP പ്രതിനിധികളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്കൊന്നും ചർച്ചകൾ എത്തിയിട്ടില്ല. എങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. B. ബാലഗോപാൽ തുടരുന്നത്. ബാലു, ഇന്നും പ്രതിഷേധക്കാരുടെ എണ്ണത്തിന് കുറവില്ല, പോലീസിന്റെ ക്രമീകരണങ്ങൾ കുറവില്ല. എന്താണ് ഇനി അവിടെ കൂടിയിരിക്കുന്ന CJP പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്? ഇന്നും പാർലമെന്റിലേക്ക് മാർച്ച് എന്ന നിലയിൽ തന്നെയാണോ? ഇന്നും സംഘർഷത്തിനാണോ സാധ്യത? രതീശൻ, ഞാൻ ഇന്ന് രാവിലെ CJP പ്രവർത്തകരുമായി, CJP നേതൃത്വത്തിലുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അഭിജിത്ത് DK ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചിരുന്നു. ഈ സമരം നിലവിൽ ഈ ജന്തർ മന്ദിറിൽ തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ പാർലമെന്റ് മാർച്ച് എന്നത് അവരുടെ അജണ്ടയിൽ നിലവിലില്ല. കാരണം ഇന്നലെ പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാർലമെന്റിലേക്ക് അവർ മാർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. മറിച്ച് ഈ വേദിയിൽ അവരുടെ സമരം തുടരുവാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർവമായ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരുവാനാണ് CJPയുടെ തീരുമാനം. രാവിലെ ഇന്നലെ ഈ നദ്ദയുമായി ചർച്ച ചെയ്തിരുന്നവരിൽ ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ തങ്ങളുടെ ആവശ്യം സംബന്ധിച്ച ഒരു പ്രതികരണവും സർക്കാരിന്റെ തീരുമാനം തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നതാണ്. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് CJP സർക്കാരിന് മുന്നാകെ വച്ചിരിക്കുന്നത്. അതിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ആ രാജി ഒരു കാരണവശാലും അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. BJP അതിന് സമ്മതിക്കുകയുമില്ല. കാരണം അങ്ങനെ വരികയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ഒരു ആശങ്ക BJPക്കുള്ള. പക്ഷേ ആശുപത്രിയിൽ നിന്ന് മോചിപ്പിക്കുക, അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷയിൽ ഈ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക, ഈ 2 ആവശ്യങ്ങളും അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള സർക്കാരിന്റെ പ്രഖ്യാപനവും ഒരുപക്ഷെ ഇന്നുണ്ടാകാനാണ് സാധ്യത. പക്ഷേ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ നിലവിൽ ഈ CJPയുടെ സമരവേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇന്നലെ വൈകിട്ട് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ആക്ഷൻ ഉണ്ടാകുക, ആ ആക്ഷന് ശേഷം ജന്തർ മന്ദർ ഒഴിപ്പിക്കുക, അതിനുശേഷം രാത്രി ജന്തർ മന്ദറിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, ഇതിനൊക്കെ ശേഷവും വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം ഈ വേദിയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ സമരത്തിന് ഒരു പിന്തുണ ലഭിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്. ആ പിന്തുണയുടെ ചിത്രമാണ് നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. രാവിലെ ഒരു 100-ൽ പരം ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ ആ ആൾക്കാരുടെ എണ്ണം, കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരുടെ എണ്ണം 1000-ന് അടുത്തേക്ക് ഈ ജന്തർ മന്ദിറിൽ എത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ